Good morning. എല്ലാവർക്കും പ്രഭാതവന്ദനം. I'd like to thank Church at Kalamassery for this opportunity to speak on this topic. ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ചതിൽ കളമശ്ശേരി സഭയോട് ഞാൻ നന്ദി പറയുന്നു. And also my uncle for the invitation. അങ്കിളിനും നന്ദി പറയുകയാണ്. I've never taught about marriage in a format like this before. ഞാൻ കുടുംബജീവിതത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് ക്ലാസ് എടുത്തിട്ടില്ല. I think mainly because I was not married for long enough. ഒരു കാരണം ഒരു പക്ഷേ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് കാലമായില്ല എന്നതായിരിക്കാം. But recently we celebrated our 20-year anniversary, so maybe now I'll get more invitations. ഞാൻ കല്യാണം കഴിച്ച് ഒരുപാട് കാലമായില്ല എന്ന് പറഞ്ഞല്ലോ. 20 വർഷത്തെ ഞങ്ങളുടെ വിവാഹ ആനിവേഴ്സറി ഞങ്ങൾ ആഘോഷിച്ചു. അപ്പോൾ 20 വർഷം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാലമല്ലല്ലോ. So today I want to talk, the first two sessions will be about marriage and the last one will be about parenting. ഞാൻ ആദ്യത്തെ 2 മണിക്കൂറുകളിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. അവസാനത്തെ മണിക്കൂറിൽ മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം. Okay, we'll start now, but I will stop kind of halfway through even, and then we'll take a break and then we'll continue where we left off for the second session. ഞങ്ങൾ 2 സെഷന് ഞാൻ പറഞ്ഞെങ്കിലും 2 തുടർമാനമായ 2 സെഷനുകളാണ്. അതുകൊണ്ട് പകുതി വഴി നമ്മൾ പോയതിന് ശേഷം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. The way the Bible talks about marriage is in the framework of a covenant. വിവാഹത്തെക്കുറിച്ച് ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ സംസാരിക്കുന്നത് ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ്. According to Paul, he says that every human marriage is a dim picture of the great marriage between Christ and the church. വിവാഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മളുടെ വിവാഹം യഥാർത്ഥത്തിൽ കർത്താവും നമ്മളും തമ്മിലുള്ള ആ മഹനീയ വിവാഹത്തിൻ്റെ ഒരു ചെറിയ പ്രദർശനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. Paul says that this is a great mystery. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് ഒരു മർമ്മമാണ്, ഇതൊരു വലിയ മർമ്മമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. But he says when a man leaves his father and mother and he takes a wife, he makes a proclamation concerning Christ and the church. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ, ഒരു വിശ്വാസിയായിരിക്കുന്ന സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിക്കുമ്പോൾ അവരൊരു വലിയ പ്രഖ്യാപനം നടത്തുകയാണ്. അത് കർത്താവിനെയും സഭയെയും കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. Now depending on the type of marriage, this declaration can be a good declaration or a bad declaration, but it is always made. അവിടെ വിശ്വാസികൾ എന്ന് ഞാൻ കൂട്ടിച്ചേർത്തതാണ്. എന്നാൽ ഏത് വിഭാഗത്തെ സംബന്ധിച്ചും ഈ പ്രഖ്യാപനം നടക്കുന്നുണ്ട്. ഏത് നിലയിലുള്ള പ്രഖ്യാപനമാണ് ഈ വിവാഹത്തിൽ കൂടെ നടക്കുന്നത് എന്നത് ആ വിവാഹത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ്. Now God's relationship to us is also covenantal. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. Because we are part of the new covenant. നാം പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. And our marriages are also a picture of that truth. നമ്മുടെ വിവാഹം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഉടമ്പടിയുടെ ഒരു ചിത്രമാണ്. So think about when we get married, the woman will take the husband's last name. നമ്മൾ സാധാരണഗതിയിൽ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഒരു സ്ത്രീയെ അവളുടെ പേരിൻ്റെ അവസാനത്തെ ഭാഗം തൻ്റെ ഭർത്താവിൻ്റെ പേര് കൂട്ടിച്ചേർക്കുന്ന ഒരു രീതിയുണ്ട്. Why do we do that? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? Why did my wife, who was Miriam Joseph, become Miriam George? അവിടെ എൻ്റെ ഭാര്യയുടെ ആദ്യത്തെ പേര് മിരിയം ജോസഫ് എന്നായിരുന്നു. കല്യാണം കഴിച്ചപ്പോൾ പേര് മാറി മിരിയം ജോർജ് എന്നായി. Yeah, so I know some people in Kerala, they take the first name, half of the first name and the husband's name and half of the second name when they make the child's name, right? Like എന്നാൽ മലയാളി സംസ്കാരം അനുസരിച്ച്
ഭർത്താവിൻ്റെ ആദ്യത്തെ പേരാണ് ഭാര്യയുടെ അവസാന പേരായിട്ട് വരിക. Sometimes the husband's name is Paulson and Tina, they'll call the child Potti. അവിടെ പിന്നെ പിള്ളേർക്ക് പേരിടുന്ന ഒരു രീതിയുണ്ട്. ഭർത്താവിൻ്റെ പേരിൻ്റെ ഒരു ഭാഗവും ഭാര്യയുടെ പേരിൻ്റെ ഒരു ഭാഗവും കൂടെ ചേർത്താണ് ചിലപ്പോഴും മക്കളുടെ പേര് വരിക. അപ്പോൾ പോൾസൺ എന്നാണ് ഭർത്താവിൻ്റെ പേര് എങ്കിൽ ടീന എന്നാണ് ഭാര്യയുടെ പേര് എങ്കിൽ അവസാനം പിള്ളേരുടെ പേര് വരുമ്പോൾ പൊട്ടി അല്ലെങ്കിൽ പൊട്ടി എന്ന് പറയേണ്ടതായിട്ട് വരും. I actually knew, I talked to a woman who actually wanted to change her last name with the husband's last name to make like a equal last name where they combine both instead of taking the husband's last name. So will you say that again? So I was talking to a woman who didn't want to take her husband's last name, but she wanted to take half of her last name and half of her husband's last name to make a new last name. അപ്പോൾ ഞാൻ സംസാരിച്ച ഒരു സഹോദരി ഭർത്താവിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം തൻ്റെ പേരിൻ്റെ അവസാന ഭാഗമാക്കാൻ തനിക്ക് മനസ്സിലായിരുന്നു. പകുതി എടുക്കാം, അപ്പൻ്റെ പേരിന് പകുതിയും ഭർത്താവിൻ്റെ പേരിന് പകുതിയും കൂടെ എടുത്ത് അങ്ങനെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. So does the Bible require that the wife take the husband's last name? ബൈബിൾ അനുസരിച്ച് ഒരു ഭാര്യ ഭർത്താവിൻ്റെ പേര് അവസാന പേരായി തൻ്റെ പേരായിട്ട് സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? Well, not explicit Bible verse, but we see that in the Bible that God calls a husband and wife by the same name, which is the name of the husband. നമ്മൾ ബൈബിളിൽ അങ്ങനെ കൃത്യമായ രീതിയിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഭാര്യയുടെ പേര് ഭർത്താവിൻ്റെ പേര് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബം എന്നുള്ള നിലയിൽ വരുമ്പോൾ ഭർത്താവിൻ്റെ പേരിലാണ് ഭാര്യയും ഭർത്താവും അറിയപ്പെടുന്നത്. We see that in Genesis chapter 5 verses 1 and 2. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആ കുഞ്ഞുങ്ങളെ ഒന്ന് നിയന്ത്രിക്കണേ, പ്രായമുള്ള ആളുകൾ അവരെ ഒന്ന് നിയന്ത്രിക്കണം. Genesis 5. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം. ഐ എം സോറി, ഒരു സെക്കൻഡ്. ആദാമിൻ്റെ വംശപാരമ്പര്യമാവിത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദാമെന്ന് പേരിടുകയും ചെയ്തു. So in Hebrew that word for mankind is Adam. അവിടെ മനുഷ്യജാതിക്ക് ഉള്ള പേര് എബ്രായ ഭാഷയിൽ പറയുമ്പോൾ ആദാം എന്നാണ്. In other words, God created Adam and his wife, male and female. He blessed them and he called them Adam. ഇവിടെ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച നാളിൽ ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, എന്നിട്ട് അവർക്ക് ആദാം എന്ന് പേരിട്ടു എന്നാണ് പറയുന്നത്. So she was from the beginning a covenantal partaker in the name of her husband. അപ്പോൾ ആരംഭം തുടങ്ങി തന്നെ ഭാര്യ എന്നത് ഒരു ഉടമ്പടി ബന്ധത്താൽ ഭർത്താവും ഭാര്യയും ഒന്നായിത്തീരുന്ന ആ ഒരു ക്രമീകരണമാണ് ഉള്ളത്. So God does not call her Adam on her own, he calls her Adam with him. അവിടെ ആദാം എന്ന് ഹവ്വയെ വിളിക്കുകയല്ല, പിന്നെയോ ആദമിനെയും ഹവ്വയെയും ഒരുമിച്ച് ആദം എന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. Another aspect of this covenantal marriage is the naming of the woman by the husband. രണ്ടാമത് ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഭാര്യയ്ക്ക് യഥാർത്ഥത്തിൽ പേര് കൊടുക്കുന്നത് ആദമാണ്. So it says after the creation of the woman, of his wife, Adam receives her and he names her. ഇവിടെ വിവാഹം ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ഹവ്വയെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് ഹവ്വയെ ഭർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവിടെ ഭർത്താവാണ് ഭാര്യയ്ക്ക് പേര് നിർദ്ദേശിക്കുന്നത്. So this Adam receiving and naming of his wife is a pattern for all marriages to come. അവിടെ ഇത് പിന്നാലെ വരുന്ന എല്ലാ വിവാഹങ്ങൾക്കും ഒരു മാതൃകയായിട്ടാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. That's why it says, therefore shall a man leave his father and mother. അതുകൊണ്ട് പുരുഷൻ
അപ്പനെയും അമ്മയും വിട്ട് എന്നിട്ട് വിവാഹത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് മോശ അങ്ങനെയാണ് പറയുന്നത്. So at this point in the story of Genesis, Adam had not yet named his wife Eve. In Genesis 2, Adam had not yet named his wife Eve. She was just called woman. ഓക്കെ. രണ്ടാമത്തെ അധ്യായത്തിൽ ആദാം തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടില്ല. രണ്ടാമത്തെ അധ്യായത്തിൽ യഥാർത്ഥത്തിൽ ആദാം തൻ്റെ ഭാര്യയെ സ്ത്രീ എന്നാണ് വിളിക്കുന്നത്. അവനെ പുരുഷനിൽ നിന്നെടുത്തിരിക്കാൻ അവൾക്ക് നാരി, നരൽ നിന്നെടുത്തിരിക്കാൻ അവൾക്ക് നാരി എന്ന് പേരാകും എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. So Adam actually gives his wife two individual names. അങ്ങനെ ആദമിൻ്റെ ആ ക്രമീകരണം നമ്മൾ നോക്കിയാൽ രണ്ട് നിലകളിലുള്ള പേര് തൻ്റെ ഭാര്യയ്ക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാം. The first name is Isha or woman. ആദ്യത്തെ പേര് നരലിൽ നിന്ന് എടുത്തിരിക്കാൻ അവളെ നാരി എന്ന് വിളിക്കണം എന്നതാണ്. Because she was taken out of man. മനുഷ്യനിൽ നിന്ന് എടുത്തു എന്നതാണ് നരനെ നാരി എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. The second was Chava in Hebrew. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് ഹൗവ എന്ന് നമ്മൾ പറയും. ഹവ എന്നാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. Yeah, that's life bearer, or in English we call it Eve. ഇംഗ്ലീഷിൽ നമ്മൾ ഈവ് എന്ന് വിളിക്കും. സകല മനുഷ്യവർഗത്തിനും അവൾ മാതാവാണ്, ജീവന്റെ ആരംഭമാണ് എന്ന് ആണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. And it says so Adam called his wife's name Eve or Chava because she was the mother of all the living, Genesis 3:20. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ അവൾ ജീവനുള്ള സകലത്തിനും മാതാവാകിയാൽ അവൾക്ക് ഹൗവ എന്ന് പേരായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. So in both of these passages, when she is named, these two names reveal a significant truth about her. ഈ രണ്ട് പേരുകൾ ഹൗവയ്ക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ട് പ്രധാന സത്യങ്ങൾ അതിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാം. The word woman signifies her dependence upon man because she was taken out of a man. അപ്പോൾ സ്ത്രീ എന്ന ആ വാക്കിൽ നരലിൽ നിന്ന് എടുത്ത നാരി എന്ന് പറയുമ്പോൾ സ്ത്രീ പുരുഷനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, പുരുഷനുമായിട്ട് അഭേദ്യമായിട്ട് ഉള്ള ബന്ധമുണ്ട് എന്ന കാര്യമാണ് ആ പേര് വ്യക്തമാക്കുന്നത്. But the second name reveals man's dependence on her because every man that is born is her son. രണ്ടാമത് ഹൗവ എന്ന പേര് പറയുമ്പോൾ പുരുഷന് സ്ത്രീയോടുള്ള കടപ്പാടിനെ കുറിച്ചാണ് ആ പേര് പറയുന്നത്. കാരണം ജീവനുള്ള സകലത്തിൻ്റെയും മാതാവ് എന്ന നിലയിലാണ് അവളെ ഹൗവ എന്ന് വിളിച്ചിരിക്കുന്നത്. So many thousands of years later, the Apostle Paul also teaches us that we have to continually remember these two truths about marriage. വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ഈ രണ്ട് സത്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെക്കണം എന്ന കാര്യം അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. Wife is an Isha and each wife is a Chava. അവിടെ ഒരു ഭാര്യ എന്നത് രണ്ട് പ്രത്യേകതകൾ വഹിക്കുന്ന ആളാണ്. ഒന്ന് അവൾ നാരിയാണ്, രണ്ടാമത് അവൾ ഹൗവ ആണ്. Each is a woman, each is Eve. അവിടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ പുരുഷനോട് വിധേയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൗവ എന്ന പേരിൽ സകല മനുഷ്യരും അവളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം. So this is the covenantal framework of marriage that is set forth in Genesis. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് ആരംഭിച്ച ഉടമ്പടിയുടെ ക്രമീകരണമാണ് വിവാഹത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. So what are the purposes of marriage according to the scriptures? ദൈവത്തിന് വചനമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ അനുസരിച്ച് വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ്? There are three. മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ വിവാഹത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. The first is helpful companionship. ഒന്നാമത്തെ വിവാഹത്തിന്റെ ലക്ഷ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഭാര്യ ഭർത്താവിന് തക്ക തുണയായിരിക്കണം എന്ന കാര്യമാണ്. The second is a need for godly offspring. രണ്ടാമത് ദൈവഹിതപ്രകാരമുള്ള മനുഷ്യവർഗത്തിന് അല്ലെങ്കിൽ പുത്രോൽപാദനത്തിനുള്ള ഒരു ക്രമീകരണമായിട്ടാണ് വിവാഹത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നത്.
And the third reason is the avoidance of sexual immorality. മൂന്നാമത് പറയുന്നത് ലൈംഗികമായിരിക്കുന്ന പാപങ്ങൾ ഒഴിവാക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് വിവാഹം എന്നും ബൈബിൾ നമ്മൾ കാണുന്നുണ്ട്. So let's briefly look at all these three. ഈ മൂന്ന് ലക്ഷ്യങ്ങളെ നമുക്ക് അല്പമായി നമുക്ക് ഒന്ന് പരിശോധിക്കാം. First one is helpful companionship. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് പരസ്പരം തക്ക തുണകളായിരിക്കുക എന്ന് പറയുന്ന ഉദ്ദേശ്യമാണ് വിവാഹത്തെക്കുറിച്ച് ഒന്നാമത് പറയാനായിട്ട് സാധിക്കുന്നത്. As a result of the creation order, men and women are oriented to one another differently. നമ്മൾ സൃഷ്ടിയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവം പുരുഷനെയും സ്ത്രീയെയും നിർമ്മിച്ച ആ ക്രമീകരണത്തിൽ പരസ്പരം അവർ ബന്ധപ്പെടുവാൻ, പരസ്പരം വിധേയപ്പെട്ടിരിക്കുവാനുള്ള ഒരു നിലയിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. They need one another, but they need one another differently. അവിടെ പരസ്പരം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ പരസ്പരം അവർക്ക് അന്യോന്യം അവർ രണ്ടുപേരും അഭിഭാജ്യരാണ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരെയും ആവശ്യമാണ്. എന്നാൽ അവരുടെ ആവശ്യം ഒരേ നിലയിൽ അല്ലതാണ്. The man needs the help, the woman needs to help. അവിടെ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ അവൾ നിനക്ക് തുണയായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ തക്ക തുണയായിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ പുരുഷന് സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ അവൾ തുണയായിരിക്കണം എന്ന നിലയിലാണ് അവളെക്കുറിച്ച് പറയുന്നത്. So he needs a companion suitable for him in the work to which God has called him. ദൈവം പുരുഷനെ വിളിച്ച, അല്ലെങ്കിൽ മനുഷ്യനെ വിളിച്ച വിളിക്ക് ആ വിളി പൂർത്തീകരിക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സഖിത്വം, ആ നിലയിലുള്ള ഒരു സഹായമാണ് സ്ത്രീയെ വിവാഹത്തിലൂടെ പുരുഷനെ സമ്മാനിക്കുന്നത്. He is called to the work and must receive help from her. ദൈവം പുരുഷനെയാണ് ഈ ദൈവത്തിൻ്റെ ഹിതനിർവഹണത്തിനായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. എന്നാൽ ആ ഹിതത്തിൻ്റെ നിർവഹണത്തിൽ ഭാര്യയെ കൂടാതെ അത് ചെയ്യുവാൻ അവന് സാധിക്കില്ല. She is called to the work through ministering to him. അപ്പോൾ ദൈവം ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വ നിർവഹണത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഭാര്യയെ സംബന്ധിച്ച് അത് തൻ്റെ ഭർത്താവിലൂടെ നിർവഹിക്കപ്പെടുവാനായിട്ടാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. In other words, he is oriented to the task and she is oriented to him. അവിടെ പുരുഷനെ സംബന്ധിച്ച് അവൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ദൈവം അവനെ നിർമ്മിച്ചതിൻ്റെ ക്രമീകരണം യഥാർത്ഥത്തിൽ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിൽ നിർവഹണം എന്ന നിലയിലാണ്. എന്നാൽ സ്ത്രീയുടെ ക്രമീകരണം എന്ന് പറയുന്നത് ഈ ദൗത്യം ഏൽപ്പിച്ച വ്യക്തിയോടുള്ള ബന്ധത്തിൽ, ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് സ്ത്രീയുടെ ക്രമീകരണം എന്ന് പറയുന്നത്. So that's the first purpose of marriage, is helpful companionship. അവിടെ വിവാഹത്തിൻ്റെ ആദ്യത്തെ ഉദ്ദേശ്യം എന്നത് പരസ്പരം തക്ക തുണകളായിരിക്കുക, അല്ലെങ്കിൽ സഖിത്വം എന്ന കാര്യമാണ് വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. The second purpose of marriage is godly children. രണ്ടാമത് വിവാഹത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറയ്ക്ക് കാരണമായി തീരുക എന്ന കാര്യമാണ്. Maybe we can read Malachi chapter 2 verse 15. മലാക്കി പ്രവചനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ലേശം പോലും 2:15 അല്ലേ, ലേശം പോലും സുബോധം ശേഷിച്ചിരിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. So God has said that he wants godly offspring. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കണം എന്ന കാര്യമാണ് ദൈവവചനം പറയുന്നത്. And so the prophet Malachi states, as a means to that end, the importance of treating wives with honor. ഈ വിഷയത്തിൽ ഭാര്യമാരെ ബഹുമാനത്തോടുകൂടെ പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ പരിഗണിക്കണം എന്ന കാര്യമാണ് മലാക്കി ഈ വാക്യത്തിൽ പറയുന്നത്. So if a man is cruel to his wife, it will have a negative effect on the children. അവിടെ ഒരു ഭർത്താവ് ഭാര്യയോട് മര്യാദകേടായി പെരുമാറുന്നുവെങ്കിൽ അത് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്നതിന് സഹായകരമല്ല.
So godly children are one of the purposes of marriage. വിവാഹത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറ ഉണ്ടാകണം എന്നുള്ളതാണ്. And the third purpose of marriage is sexual protection. മൂന്നാമത് വിവാഹത്തിൻ്റെ ഉദ്ദേശ്യമായിട്ട് പറയുന്നത് നമ്മളുടെ ലൈംഗിക താല്പര്യങ്ങളെ ദൈവഹിത പ്രകാരം നിർവഹിക്കുവാനുള്ള ഒരു ക്രമീകരണം എന്ന നിലയിലാണ് വിവാഹത്തെ ദൈവം നൽകിയിരിക്കുന്നത്. So God has provided a very practical help for Christians as they struggle with sexual temptation. ലൈംഗികമായ പരീക്ഷകൾ നേരിടുന്ന ആളുകൾക്ക് ആ പരീക്ഷകളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ കഴിയുന്ന നിലയിലുള്ള മനോഹരമായ ഒരു ക്രമീകരണമാണ് വിവാഹത്തിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്നത്. And that help is called lawful sexual activity. അതായത് വിവാഹത്തിൻ്റെ ആ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ലൈംഗിക ആസ്വാദനം എന്നത് വളരെ മനോഹരമായ ദൈവ ക്രമീകരണമാണ്. And in order to provide satisfactory protection, sexual relations with a godly spouse should be frequent. അപ്പോൾ അവിടെ ലൈംഗിക സംതൃപ്തി എന്നത് വിവാഹത്തിൽ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകണം എന്ന നിലയിൽ തന്നെയാണ് വിവാഹത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. And the amount of the quantity of this protection is a protection for the husband usually. അവിടെ ലൈംഗിക സംരക്ഷണം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഊന്നൽ പുരുഷന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വികാരം കൂടുതലാണല്ലോ പുരുഷന്മാർക്ക്. അതുകൊണ്ട് ലൈംഗിക താല്പര്യവും ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ചും പറയുമ്പോൾ പുരുഷന്മാർക്കൊരു പ്രത്യേക പരിഗണന ഭാര്യമാർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. At the same time, the benefit of the sexual relation should not be measured merely in terms of quantity or for frequency. അല്ലെങ്കിൽ വിവാഹത്തിലെ ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് എത്രത്തോളം ലൈംഗികതയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രധാനമായിട്ടും അതിനെ അളക്കുന്നത്. There also has to be a qualitative protection, a protection because in the quality. അവിടെ ലൈംഗിക ബന്ധത്തിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു മാധുര്യം എന്ന വിഷയവും വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഊന്നലാണ്. And this qualitative protection primarily benefits the wife. അവിടെ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ആ മേഖലയിലാണ് യഥാർത്ഥത്തിൽ ലൈംഗിക ആസ്വാദനം ഭാര്യയ്ക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു തലത്തിലാണ്. So those are the three purposes for marriage. വിവാഹത്തിന് മൂന്ന് ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് പ്രധാന ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. Now I want to talk a little bit about more about the covenantal framework of marriage. In this covenant, the husband is the head. ഞാൻ വിവാഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞല്ലോ, അതൊരു ഉടമ്പടി ബന്ധമാണ് എന്ന് പറഞ്ഞു. ആ ഉടമ്പടി ബന്ധത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള പ്രത്യേക ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. It's not like the husband should become the head. No, the husband is the head of his wife. അവിടെ വിവാഹ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. തലയാകണം എന്നല്ല, തലയാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. And because the husband is the head of his wife, no matter what, he is the leader. He cannot escape from that fact. അവിടെ ഭർത്താവിനെ ദൈവം വിവാഹത്തിൽ തലയായിട്ടാണ് വച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന്, നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ഒരു പുരുഷന് പാടില്ല. അത് അവൻ്റെ ഉത്തരവാദിത്വമാണ്. That is how God designed marriage. വിവാഹത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് ആ നിലയിലാണ്. He created us male and female in such a way to ensure that men will always be dominant in marriage. വിവാഹത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ വിവാഹത്തിൽ പുരുഷന് ഒരു മേധാവിത്വം എന്ന ഒരു ക്രമീകരണമുണ്ട്. Now if the husband is godly, that dominance will not be harsh. It will be characterized by self-sacrificial love. അപ്പോൾ ഈ മേധാവിത്വം എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഭക്തനായ മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണ്, വിശ്വാസിയായിരുന്നാൽ മാത്രം പോരാ, ഭക്തനാണ് എങ്കിൽ ഈ മേധാവിത്വം എന്ന് പറയുന്ന ഒരു കീഴടക്കലോ പിടിച്ചടക്കലോ ഒന്നും ആവുകയില്ല. അത് സേവനത്തിനും സ്നേഹത്തിനും നിയന്ത്രണത്തിനും ഒക്കെയുള്ള ഒരു മുഖാന്തരമായിട്ടാണ് അത് ഇരിക്കുന്നത്. Like the same type of love the Lord showed for us on the cross. കർത്താവായ യേശുക്രിസ്തു നമുക്ക് തലയാണല്ലോ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മക്കളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് നമുക്കറിയാമല്ലോ.
Now, if the marriage is one in where the wife wears the pants, വിവാഹത്തിൽ ഒരു കുടുംബത്തിൽ ഭാര്യയാണ് ആ കുടുംബത്തിൻ്റെ തല എന്ന നില വന്നാൽ, then I don't know the word wimpiness. The wimpiness of the husband is the most obvious thing about the marriage. അവിടെ wimpiness, I really do not know what's that. Like a wimp. Okay. Yeah, not a manly. Okay. അവിടെ അങ്ങനെയുള്ള വിവാഹ കുടുംബ ജീവിതങ്ങളെന്ന് പറയുന്നത് പുരുഷത്വത്തിന് ചേർന്ന ഒരു ക്രമീകരണമല്ല. Yeah, and so if the husband is making the wife the leader in the home, it will actually lead to a miserable home and marriage. ഒരു ഭർത്താവ് കുടുംബത്തിൻ്റെ നിയന്ത്രണം, കുടുംബത്തിൻ്റെ നേതൃത്വം ഭാര്യയെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. But still he is dominating through his abdication. യഥാർത്ഥത്തിൽ ഈ കുടുംബത്തിൻ്റെ നേതൃത്വം ഭാര്യയെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ നേതൃത്വത്തെ തിരസ്കരിച്ച്, അല്ലെങ്കിൽ ആ നേതൃത്വത്തിൽ വന്ന പിഴവ്, ആ നേതൃത്വത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കേണ്ട ഒരു പിഴവ് എന്ന നിലയിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ടത്. And Paul, when he's talking about this in Ephesians chapter 5, he says that husbands in their role as head, they provide a picture of Christ and the church. അവിടെ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം കർത്താവും സഭയും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തിന് നിഴലാണ്. Everywhere, every marriage in the world, ഏത് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞാലും അത് കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു നിഴലാണ്. But because of sin and rebellion, many of these pictures are actually slanderous lies about Christ. അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്ന നിലയിൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ ക്രമപ്പെടുന്നില്ല എങ്കിൽ ഈ വിവാഹം പ്രഘോഷിക്കുന്ന കർത്താവും നമ്മളുടേതായിരിക്കുന്ന ബന്ധമെന്ന് പറയുന്നത് വളരെ വിരൂപമായ ഒരു ചിത്രമാണ് കർത്താവിനെക്കുറിച്ച് നമ്മൾ വിവാഹത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. But no matter what a husband does or doesn't do, he is always speaking about Christ. അപ്പോൾ ഒരു ഭർത്താവ് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും തൻ്റെ പ്രവൃത്തിയിലൂടെ കർത്താവിനെക്കുറിച്ച് പറയുക എന്നത് അവന് ഒഴിവാക്കാൻ സാധിക്കില്ല. If he is obedient to God, he is preaching the truth. But if he does not love his wife, he is speaking apostasy and lies. അതായത് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ സത്യസന്ധമായി സ്നേഹിക്കുന്നു എങ്കിൽ ആ വിവാഹത്തിലൂടെ അദ്ദേഹം പ്രഘോഷിക്കുന്ന കാര്യം കർത്താവ് സ്നേഹിക്കുന്ന നല്ലവനായ കർത്താവാണ് എന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ഭാര്യയെ ദുരുപയോഗം ചെയ്യുന്ന, ഭാര്യയെ സ്നേഹിക്കാത്ത, ഭാര്യയെ പീഡിപ്പിക്കുന്ന ഒരു ഭർത്താവാണ് എങ്കിൽ ആ ഭർത്താവ് കർത്താവിനെക്കുറിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവ് ക്രൂരനാണ് എന്ന ഒരു പ്രഖ്യാപനം, വളരെ ദൈവദൂഷകമായ ഒരു പ്രഖ്യാപനമാണ് തൻ്റെ പ്രവർത്തനത്തിലൂടെ ഒരു ഭർത്താവ് ചെയ്യുന്നത്. The point is, he is always talking. അതായത് ഒരു ഭർത്താവിന് കർത്താവിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. If he abandons his wife, he's saying, in this way, this is Christ also abandons the church. അവിടെ ഒരു ഭാര്യയെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെയുള്ള കർത്താവിനെക്കുറിച്ച് എന്താ പറയണത്? കർത്താവ് ഗുണമുള്ള ഒരാളല്ല, കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന ദൈവദൂഷകമായ ഒരു പ്രഘോഷണമാണ് നമ്മൾ വിവാഹത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അതൊരു ഭയങ്കര അസത്യമാണ്. If he beats her, he is saying that Christ is harsh with the church. Another lie. അവന് ഭാര്യയെ തല്ലുന്ന ഒരു ഭർത്താവാണ് എങ്കിൽ കർത്താവിനെക്കുറിച്ച് അദ്ദേഹം എന്താ പറയുന്നത്? കർത്താവിനെക്കുറിച്ച് പറയുന്നത് കർത്താവ് അടിച്ച് നിരത്തുന്ന ഒരാളാണ് എന്ന നിലയിലാണ് അദ്ദേഹം തൻ്റെ വിവാഹത്തിലൂടെ കർത്താവിനെക്കുറിച്ച് പറയുന്നത്. If he sleeps with another woman, he's saying that Christ loves someone other than his own bride. അവിടെ വ്യഭിചാരം ചെയ്യുന്ന ഒരു ഭർത്താവാണ് എങ്കിൽ ആ ഭർത്താവ് കർത്താവിനെക്കുറിച്ച് എന്താ പറയുന്നത്? കർത്താവ് അവിശ്വസ്തനായിരിക്കുന്ന ഒരു ഭർത്താവാണ് എന്നാണ് തൻ്റെ വിവാഹ ജീവിതത്തിലൂടെ ഇദ്ദേഹം പ്രഘോഷിക്കുന്നത്. So the dominance of the husband is a fact. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിൻ്റെ നേതൃത്വം, മേധാവിത്വം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. The only choice we have is whether this dominance will be
a loving and constructive dominion or a destructive tyranny? അവിടെ നമ്മുടെ മുൻപിലുള്ളതായിരിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്ക് നേതൃത്വം എന്ന് പറയുന്ന കാര്യം ഒരു ഭർത്താവിനെ സംബന്ധിച്ച് മേധാവിത്വം അല്ലെങ്കിൽ നേതൃത്വം എന്ന് പറയുന്ന കാര്യം ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ഏത് നിലയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് നമ്മൾ മുൻപിലുള്ളതായിരിക്കുന്ന ചോദ്യം. ദൈവഹിതപ്രകാരം വിവാഹത്തെ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് കാരണമായ രീതിയിൽ ഒരു കുടുംബമായിട്ട് മാറും. മറിച്ചാണ് എങ്കിൽ ദൈവദൂഷകമായ ഒരു വികൃതമായ ഒരു ചിത്രം കർത്താവിനെക്കുറിച്ച് പറയുന്ന ഒരു നിലയിലേക്ക് അത് അധപതിക്കും. So that's the point about headship and authority. The man is the head, and whatever he does, whether good or bad, it always speaks something about Christ. അവിടെ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് തലയാണ്. അത് കർത്താവിന് നിഴലായിരിക്കുന്ന കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിത്രമാണ്. അതുകൊണ്ട് ഭർത്താവ് എന്ത് ചെയ്താലും ആ നിലയിൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളൊരു പ്രഖ്യാപനമാണ് ഈ ഭർത്താവ് നടത്തുന്നത്. ആ ഭർത്താവ് നടത്തുന്ന പ്രഖ്യാപനം സത്യമായി കർത്താവിനെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണോ അതോ വിരൂപമായ ദൈവദൂഷകമായ ഒരു പ്രഖ്യാപനമാണോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. Now let's look at the biblical duties of a husband. അവിടെ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. Now we won't be able to finish this in time, so we'll go as far as till 11:40 and then we'll continue from there. നമ്മൾ ഈ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുമ്പം ഈ സമയം ഒന്നും പോരാ. അപ്പോൾ അതുകൊണ്ട് 11:45 ആകുമ്പോഴും ഒന്നും നമുക്ക് തീരത്തില്ല. എന്നാൽ അവിടെ വെച്ച് നമുക്കൊരു ആശ്വാസത്തിനായി ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ എടുക്കുന്നതാണ്. So the husband must always remember that he represents Christ to his wife. അവിടെ ഒരു ഭർത്താവ് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു സ്ഥാനമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന കാര്യമാണ്. And therefore he must always imitate the character of Christ to his wife. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിയായ ഭർത്താവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ ശരിയായ നിലയിൽ പ്രതിനിധാനം ചെയ്യുവാൻ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു നില, ആ നിലയിലുള്ള ഒരു സമീപന രീതി അദ്ദേഹത്തിനുണ്ടാകണം എന്നതാണ്. And therefore the primary command to husbands is that they love their wives. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിലുള്ള ഒന്നാമത്തെ ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്നത് തൻ്റെ ഭാര്യയെ അവൻ സ്നേഹിക്കണം എന്ന കാര്യമാണ്. Two examples are given for the men and both require tremendous self-sacrifice. രണ്ട് ഉദാഹരണങ്ങൾ ഈ സ്നേഹത്തെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് നൽകുന്നുണ്ട്. ഇത് രണ്ടും പണിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമർപ്പണം ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. First, men are to love their wives in the same way that they love their own bodies. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് അവർ സ്വന്തം ശരീരത്തെ പോലെ തന്നെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം എന്ന കാര്യമാണ്. Second, men are to love their wives as Christ loved the church. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണമെന്നാണ് അടുത്തതായിട്ട് പൗലോസ് പറയുന്നത്. But men are usually very poor at this type of loving. അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സ്നേഹം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യം അല്ല. C.S. Lewis, he once commented that women tend to think of love as taking trouble for others. അവിടെ C.S. ലൂയിസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്ത്രീകൾ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സങ്കടവും ഭാരവും അവർക്ക് വേണ്ടി വഹിക്കാനുള്ള ആ മനസ്സ്, ആ തീരുമാനമാണ് സ്നേഹം എന്ന് പറയുന്നത്. അതേതാണ്ട് ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആശയത്തോട് വളരെ അടുപ്പമുള്ള ഒരാശയം. But he said men tend to think of love as not giving trouble to others. അവിടെ ഭർത്താക്കന്മാരെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് സ്നേഹം എന്നതാണ് അവർ വിചാരിക്കുന്നത്. So that's why men constantly need to keep working on this area, and that's why scripture tells them to undertake this work of loving. അതുകൊണ്ട് പുരുഷന്മാരെ സ്നേഹിക്കുക എന്ന് പറയുന്ന കാര്യം പ്രായോഗികമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു.
Another reason why men must love their wives is because women, wives need to be loved just like sheep need food. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണ് എങ്കിൽ ഒരു സ്ത്രീക്ക് ആഹാരം എത്രത്തോളം ആവശ്യമാണോ അത്രത്തോളം തന്നെ സ്നേഹവും ആവശ്യമാണ്. So how are husbands supposed to love their wives? അപ്പോൾ അതുകൊണ്ട് ഭാര്യമാരെ ഭർത്താക്കന്മാരെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? Well, if we apply 1 Corinthians 13 uniquely to marriage, we can explain it this way. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി പറയുന്ന അധ്യായം 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായമാണല്ലോ. അത് വിവാഹബന്ധത്തിലെ സ്നേഹമായി നമ്മൾ ചിത്രീകരിക്കുകയാണ് എങ്കിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. First it says love is patient, so husbands must be patient with their wives. ഒന്നാമത് സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന കാര്യമാണ്. So when your wife does something that you don't like, as a husband, in your flesh you will be tempted to respond with anger. അവിടെ ഒരു പുരുഷന് ഭാര്യ ഭർത്താവിനോട് ഇടപെട്ടത് ശരിയല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ളതായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് എന്താ? കോപം എന്ന് പറയുന്നതാണ് പെട്ടെന്നുള്ളതായ പ്രതികരണം. അതാ. But love will fight that fleshly desire with patience. എന്നാൽ സ്നേഹമുണ്ട് എങ്കിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്നത് ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറയുന്ന കാര്യമാണ്. So you need patience when you're hurt as a husband. അവർ നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ കോപിക്കാനും ശബ്ദമുയർത്തുവാനുമാണ് നമ്മളുടെ പ്രതികരണം, അതാണ് നമ്മളുടെ സാധ്യതയെങ്കിൽ സ്നേഹം എന്ന ആ ഉത്തരവാദിത്വം അതിനെ നിയന്ത്രിക്കുവാൻ, ദീർഘമായി ക്ഷമിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. Next it says love is kind. രണ്ടാമത് സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് സ്നേഹം ദയ കാണിക്കുന്നു. That means husbands must be kind to their wives. അപ്പോൾ പറയുന്നത് ഭർത്താക്കന്മാർ ഭാര്യമാരോട് ദയ കാണിക്കണം. Kindness is when you see something that your wife needs and you feel compassion for her that moves you to do something to address that need. അവിടെ ഈ ദയ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നു. ആ ബുദ്ധിമുട്ട് കണ്ടതിന് ശേഷം ആ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാനായിട്ടുള്ള ആ ഒരു തീരുമാനവും പ്രയത്നവും ചെയ്യാൻ നമ്മൾ മനസ്സ് വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ ദയ എന്ന് പറയുന്നതാണ്. For example, if you told your wife, if you lost 10 kgs, I would love you more. അവിടെ ഭാര്യയോട് പറയുക, നിനക്കൊരു 10 കിലോ കുറഞ്ഞെങ്കിലേ എനിക്ക് ശരിക്കൊരു സ്നേഹം നിന്നോട് വരുള്ളൂ. But that's a very unkind thing to say. അത് ഒരു ഭാര്യയോട് പറയാൻ കഴിയുന്ന വളരെ കനിവില്ലാത്ത ഒരു പ്രസ്താവനയാണ്. Because the wife does not need her husband to be less attracted to her, she needs him to be more attracted to her. അവിടെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയുടെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കണ്ണുകളിൽ താൻ ഏറ്റവും ആകർഷണമുള്ള ഒരാളായിരിക്കണം എന്ന് തന്നെയാണ്. So you're doing the opposite of being kind when you say something like that. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ ഭാര്യയോട് പറയുകയാണ് എങ്കിൽ അത് വളരെ ക്രൂരമായ ഒരു പ്രസ്താവനയാണ്. The next thing it says, love does not envy. Husbands should not be envious of their wives. മൂന്നാമത് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് സ്നേഹം സ്പർദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അസൂയപ്പെടുന്നില്ല. ഭാര്യമാരോട് അസൂയ തോന്നാൻ പാടില്ല ഭർത്താക്കന്മാർക്ക് എന്നാണ് പറയുന്നത്. So envy is when you want something that the other person has. ഈ നമ്മളുടെ അസൂയ എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യന് ഉള്ള കാര്യം എനിക്ക് വേണം എന്ന ആ ഒരു ചിന്തയാണല്ലോ അസൂയ എന്ന് പറയുന്നത്. My wife was a gold medalist in her college. എൻ്റെ ഭാര്യ കോളേജിൽ സുവർണ താരമായിരുന്നു, അല്ലെങ്കിൽ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. And I somehow passed. അവിടെ ഞാൻ എൻ്റെ കോളേജിൽ ജയിച്ചുകൂടിയ ഒരാളാണ്. Now, if I were to be envious of her intelligence, every time we got into a disagreement, I would say, oh, just because you're gold medalist, you think you know everything. അവിടെ എനിക്ക് ഭാര്യയോട് അസൂയുണ്ട് എങ്കിൽ
പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു സംവാദം അല്ലെങ്കിൽ ഏതും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ ഭാര്യ വർത്തമാനം പറയും ഓ ഗോൾഡ് മെഡലിസ്റ്റ് അല്ലയോ, അപ്പോൾ എല്ലാം അറിയാമല്ലോ, അപ്പം അതുകൊണ്ടാണല്ലോ വർത്തമാനം പറയുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. That means that I am envious of her. I wish I was a gold medalist. അവിടെ ഞാൻ ഭാര്യയുടെ ആ സാമർത്ഥ്യത്തെ സംബന്ധിച്ച് എനിക്ക് അസൂയാണ്, അതുകൊണ്ട് തരം കിട്ടിയപ്പോൾ അത് പ്രയോഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. But love is not envious. എന്നാൽ സ്നേഹത്തിൽ അസൂയയില്ല. Instead, love celebrates whatever gifts and blessings the other person has. എന്നാൽ സ്നേഹമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കഴിവുകളിലും അവർക്ക് ലഭിച്ച ദാനങ്ങളിലും സന്തോഷിക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. Next it says love is not boastful and not arrogant. അപ്പോൾ അതിനെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. Have you ever met somebody and have you ever had somebody come up to you and say, hello, you know, I'm so happy that you got an opportunity to meet me. അവിടെ ഒരാൾ നമ്മളെ പരിചയപ്പെടുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക, എന്നിട്ട് അദ്ദേഹം നമുക്ക് വന്ന് കൈ തരുന്നു, എന്നിട്ട് അദ്ദേഹം നമ്മളോട് പറയുക, എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റിയത് ഒരു ഭയങ്കര അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് നമ്മൾ അവരോട് പറയാമെന്ന് വിചാരിക്കുക. Nobody says that because you look very arrogant. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റിയത് ഒരു ഭയങ്കര അനുഗ്രഹമായി പോയി, എൻ്റെ കൈയൊന്ന് പിടിക്കാൻ പറ്റിയത് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് ഒരാളിനോട് പറഞ്ഞാൽ അതെങ്ങനെ ഇരിക്കും? അത് വളരെ പൊള്ളയായ വ്യർത്ഥമായ ഒരു സമീപനമാണ് എന്ന് നമുക്കറിയാം. But sometimes we show this kind of arrogance to our wives. എന്നാൽ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വെറും പൊള്ളത്തരം നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ഭാര്യമാരോട് കാണിക്കാറുണ്ട്. You know how lucky you are to be married to me? ചിലപ്പോൾ നമ്മൾ ഭാര്യയോട് പറയും, നിനക്കെന്നെ കിട്ടിയതൊരു ഭാഗ്യമാണെന്ന് നീ വിചാരിച്ചോണം കേട്ടോ. You know how many proposals I had? എനിക്ക് എത്ര കല്യാണം വന്നതെന്ന് നിനക്കറിയാമോ? ആള് പെമ്പിള്ളേർ എനിക്ക് ക്യൂ നിൽക്കുകയായിരുന്നു. I could have been in America, Gulf, UK, whatever. എനിക്ക് എവിടെ അമേരിക്കക്കാരിയോ യുക്രൈൻകാരിയോ ഒക്കെ കിട്ടുമായിരുന്നു. അവരൊക്കെ എനിക്ക് സാധ്യതയുള്ള ആൾക്കാരാ. അപ്പം ഏതായാലും നിനക്ക് ഭാഗ്യത്തിന് എന്നെ കിട്ടിയതാണ്. Please don't ever say such a thing like that. അങ്ങനെയൊന്നും ഭാര്യമാരോട് പറയരുത്, അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. That's boastful, that's arrogant. അത് അഹങ്കാരത്തിൻ്റെ വ്യർത്ഥതയുടെ പ്രസ്താവനയാണ്. And the wife should not say, okay, go marry that person. അവിടെ ഭാര്യമാർ പറയും, അയ്യോ അങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നെങ്കിൽ അവരെ കെട്ടിയാൽ മതിയായിരുന്നല്ലോ, എന്നെ കെട്ടാനായിട്ട് വരണ്ടായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ ഭാര്യയ്ക്ക് പറയാം. ഇത് പറഞ്ഞറിയുന്നില്ലേ, ഭാര്യ പറഞ്ഞറിയുന്നില്ലേ, ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ അവർ സഞ്ചരിച്ച് പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഒരു കഴുതയെ കണ്ടു കേട്ടോ, അവിടെ ഒരു കഴുതയെ കണ്ടു. ഉടനെ പറഞ്ഞു, ആ നിൻ്റെ ഒരു ബന്ധുവാ നിൽക്കുന്ന കണ്ടില്ലയോ എന്ന് ചോദിച്ചു. അയ്യോ എ ഫ്രണ്ട് എ റിലേറ്റീവ് ഓഫ് യുവേഴ്സ്. ഉടനെ ഭാര്യ പറഞ്ഞു, കല്യാണം വഴി വന്ന ബന്ധമാണത്. ദാറ്റ് റിലേഷൻഷിപ്പ് ഈസ് ത്രൂ മാരേജ്. അപ്പം അങ്ങനെ അന്യോന്യം പറയാം. So that is, you should not be boastful or arrogant towards your spouse. അന്യോന്യം നമ്മൾ വ്യർത്ഥത നമ്മൾ ബന്ധത്തിൽ പുലർത്താനായിട്ട് പാടില്ല. The next it says love is not rude. So husbands should not be rude to their wife. അതിനെക്കുറിച്ച് അടുത്തതായിട്ട് പറയുന്നത് മലയാളത്തിൽ അത് ഇച്ചിലൂടെ മയപ്പെടുത്തിയാ പറയും, അയോഗ്യമായി നടക്കുന്നില്ല, അല്ലെങ്കിൽ പരുഷമായി, അതായിരിക്കും കുറച്ച് മെച്ചമായിരിക്കുന്ന പരിഭാഷ, പരുഷമായി ഇടപെടുക എന്ന് പറയുന്നു. The opposite of being rude is being polite. നമ്മൾ പരുഷമായി ഇടപെടുക എന്നുള്ളതിൻ്റെ വിപരീതം എന്ന് പറയുന്നത് മാന്യമായി ഇടപെടുക എന്നതാണ്. One way you show love is by being polite and having good manners. അവിടെ നമ്മൾ സ്നേഹമുള്ള ആളുകളാണ് എങ്കിലും മര്യാദയുള്ള മനുഷ്യരാണ്, വളരെ മാന്യമായി ഇടപെടുന്ന ആൾക്കാരാണ്, പരുഷമായി അപക്വമായി ഇടപെടുന്ന ആളുകളല്ല. So how do you express good manners? Well, it varies from culture to culture. എങ്ങനെയാണ് നമ്മൾ മാന്യമായി ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ അത് ഓരോ സംസ്കാരം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. For example, in the US, especially if you're in the southern part of the US, if a husband and wife are driving somewhere and they reach their destination, it was considered good manners for the husband to get out of his car, come around to the wife's door, and then open the car door for her. അവിടെ അമേരിക്കയിൽ വിശേഷാൽ നിങ്ങൾ
തെക്ക് ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ കാറിൽ യാത്ര ചെയ്യുന്നു. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഭർത്താവ് ഡ്രൈവർ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുന്നു, വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നു, എന്നിട്ട് വട്ടം ചുറ്റി ഭാര്യയുടെ അടുത്ത് എത്തുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നു. But that makes sense only in the US. അത് അമേരിക്കയിലുള്ളവർ ചെയ്താൽ മതി കേട്ടോ. If you do that in India, people will think that her car door has some problem from the inside. You only can open it from the outside. അപ്പം നമ്മളിപ്പോഴിവിടെ ഇന്ത്യയിൽ ആണ് ഭാര്യയ്ക്ക് അങ്ങനെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വിചാരിക്കും അകത്തുനിന്ന് ഭാര്യയ്ക്ക് തുറക്കാൻ വയ്യാത്ത വിധം ഡോറിന് ഏതോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഭർത്താവ് വെളിയിൽ നിന്ന് ഭാര്യയ്ക്ക് തുറന്നു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. But here's sometimes a way which we husbands are rude to our wives. Sometimes we'll tell our wives, "Oh, you don't know anything." അപ്പോൾ നമ്മൾ ഭാര്യയോട് നമ്മൾ പരുഷമായി ഇടപെടുന്ന ഒരു ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഭാര്യയോട് പറയാ, നിനക്കൊന്നും അറിയത്തില്ല, നീ ഒരു പൊട്ടിയ. That's very rude. അത് വളരെ പരുഷമായിരിക്കുന്ന പ്രസ്താവനയാണ്. And sometimes it's not what you say, it's the way you say it can make a thing become rude. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം മാത്രമല്ല, എങ്ങനെ പറയുന്നു എന്നുള്ളതും നമ്മൾ പറയുന്നത് പരുഷമാണോ അതോ മാന്യമാണോ എന്ന് തീരുമാനിക്കുന്നതാണ്. Like sometimes husbands call their wives D. എടി എന്ന് വിളിക്കുന്ന ഭർത്താക്കന്മാരുണ്ടല്ലേ. Now D can be rude or polite depending on how you say it. എടി എന്ന് പറയുന്നത് മാന്യമാണോ പരുഷമാണോ എന്നുള്ളത് എങ്ങനെ വിളിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. My dad, for the last 50 years of marriage, like 99.99% of the time, he's always used it in a very polite way. അപ്പം എൻ്റെ പിതാവും മാതാവും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷമായി. എടി എന്നാണ് എൻ്റെ പിതാവ് എൻ്റെ അമ്മയെ വിളിക്കുന്നത്. എന്നാലത് എത്ര ഹൃദ്യമായൊരു വിളിയാന്നറിയാവോ. But that 0.01% of time when he used it rudely, I still remember that. അവര് ചില അവസരങ്ങളിൽ ഞാൻ പറയാണ്, ഒരു 100-ൽ ഒരു 0.1% സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം കോപം വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. So love is not rude. Next is love is not self-seeking. അത് അടുത്തതായിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. That means as a husband you must always be interested in your wife's feelings or desires. അവിടെ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളത്, ഭർത്താവിൻ്റെ നോട്ടം, ഭർത്താവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വന്തമായിരിക്കുന്ന സുഖവും സന്തോഷവുമല്ല, ഭാര്യയുടെ സന്തോഷമാണ്. If you only think about yourself, you're not being loving. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ആളാണ് എങ്കിൽ നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നത് നിങ്ങൾ സ്നേഹമുള്ളൊരു മനുഷ്യനല്ല. Before I got married, I thought that I was a very unselfish person. അപ്പം ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഞാൻ വളരെ സ്വാർത്ഥതയില്ലാത്ത നിസ്വാർത്ഥനായൊരു മനുഷ്യനാണ് എന്നെനിക്ക് എന്നെക്കുറിച്ചൊരു വിലയിരുത്തലുണ്ടായിരുന്നു. I thought I was a nice guy who everybody liked. ഞാനൊരു നല്ല മനുഷ്യനാണ്, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നൊരു ചിന്തയാണ് എനിക്ക് കല്യാണത്തിന് മുമ്പ് എന്നെക്കുറിച്ചുണ്ടായിരുന്നത്. But it's only after I got married I realized how selfish I was. എന്നാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്നിൽ എത്രത്തോളം സ്വാർത്ഥതയുണ്ട് എന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടത് വിവാഹത്തിന് ശേഷമാണ്. As a single person you go wherever you want, whenever you want. നിങ്ങൾ അവിവാഹിതനായിരിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് പോകാം, വരണമെന്ന് തോന്നുന്ന സമയത്ത് വരാം, ആർക്കും അതിൻ്റെ മേൽ നിയന്ത്രണമില്ല. But now after marriage I have to think of my wife's feelings, her desires, her needs. എന്നാൽ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല. പോകുന്നതിന് മുന്നമേ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ, എപ്പോഴാണ് വരേണ്ടത്, ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. And if her needs were different from my needs, I would get very upset. അതുപോലെ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ ഭാര്യ പ്രവർത്തിക്കുന്നില്ല, ആ നിലയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ എനിക്ക് ദേഷ്യം വരാനുള്ള സാധ്യതയുണ്ട്. So as a husband we must remember that love is not self-seeking. You cannot be selfish. എന്നാൽ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്നേഹത്തിൽ സ്വാർത്ഥതയില്ല. ഞാൻ എന്നുള്ളതായിരിക്കുന്ന ചിന്ത സ്നേഹവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമല്ല.
The next way is not being irritable. Love is not irritable. എന്നിട്ട് സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല എന്നാണ് മലയാള പരിഭാഷ. എന്നാൽ ഇറിറ്റബിൾ എന്നുള്ളതിന് മലയാളം എന്താ? It's not easily provoked. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് മുഷിയുക എന്നുള്ള വാക്കാണ്. സ്നേഹം അങ്ങനെ മുഷിഞ്ഞു പോകുന്നില്ല. Sadly, many couples get easily irritated with their spouse. അവിടെ പല ഭാര്യ ഭർത്താക്കന്മാരെ ഞാൻ നോക്കിയിട്ടുണ്ട്, പരസ്പരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അങ്ങ് മുഷിപ്പാണ്. They might be very patient with their co-workers or their boss or other friends and family, but with their spouse, the slightest provocation they will explode. അപ്പോൾ ഈ ചില ആളുകളുണ്ട്, അവർ ജോലി സ്ഥലത്ത് ഭയങ്കര മാന്യന്മാരാണ്, പിന്നെ മറ്റുള്ളവരോടൊക്കെ മാന്യന്മാരാണ്, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന, അതിനെ സംബന്ധിച്ച് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരാണ്. I know a man who would explode in anger if he found a small stone in his rice. അവിടെ എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ആഹാരത്തിൽ എന്തെങ്കിലും ഒരു കല്ലോ തരിയോ വല്ലതും കിടന്നാൽ പുള്ളി പൊട്ടിത്തെറിക്കും. He would just throw the whole plate of food on the floor and make his wife clean up the mess. എന്നിട്ട് ആ ആഹാരം മുഴുവൻ എടുത്ത് നിലത്തിട്ടേച്ച് ഭാര്യയെ കൊണ്ടത് ക്ലീൻ ചെയ്യിക്കുകയൊക്കെ ചെയ്യും. Now, I found that people who are perfectionists, they tend to be very irritable people. ആളുകളെ പെട്ടെന്ന് കോപം വരുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് ചോദിച്ചാൽ വളരെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. Yeah, because such people always say, no, this has to be done my way, this way. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളൊക്കെ അവർ പറയുന്ന ആ നിലയിലും ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. So husbands, you should not be irritated with your wives. നിങ്ങളെ ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, അത്രയൊന്നും കടുംപിടുത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭാര്യമാരോട് മുഷിപ്പ് ആയിരിക്കുകയും അവരോട് കയ്പായിരിക്കുകയും ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. Next, love does not keep a record of wrongs. എന്നിട്ട് സ്നേഹത്തിന് വേറൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. That means you need a short memory when your wife does something wrong to you. അവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, സ്നേഹം എന്തെങ്കിലുമൊക്കെ പണ്ട് കാലങ്ങളിൽ ചെയ്തു പോയതായിരിക്കുന്ന കുറ്റങ്ങളെല്ലാം ഓർമ്മയിൽ വെച്ച് അതിന് പ്രതികാരം ചെയ്യുന്ന, ആ നിലയിൽ പ്രതികരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്ന സ്നേഹത്തിന് ചേർന്ന കാര്യമല്ല. Some people hold grudges against their wives for years. ഭാര്യമാർ ഭർത്താക്കന്മാർക്കും ഭർത്താക്കന്മാർ ഭാര്യമാർക്കും എതിരെ ചെയ്തു പോയ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വർഷങ്ങളോളം അത് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. But holding a grudge is a sign that you hate somebody, not that you love somebody. യഥാർത്ഥത്തിലും നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ മനസ്സിൽ ഓർമ്മ വെച്ച് ആ നിലയിൽ പെരുമാറുന്ന ആളുകൾ എന്ന് പറയുന്നത് സ്നേഹമുള്ള ആളുകളല്ല. Now sometimes when a husband and wife fight, they might reconcile, but when the next fight comes, they will bring back the old fights issues also. അവിടെ അറിയാമല്ലോ, ചില കുടുംബ വഴക്കുകളിൽ ഭാര്യ ഭർത്താവ് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവർ വഴക്കുണ്ടാക്കിയതിന് ശേഷം രമ്യപ്പെട്ടു, അതിനുശേഷം അടുത്ത വഴക്ക് വരുമ്പോൾ ഈ രമ്യപ്പെട്ട വഴക്ക് പിന്നെയും അതിലെ കാര്യങ്ങളെല്ലാം ഈ ചർച്ചയിൽ വരും. So if your marriage has to grow, you must have a short memory when it comes to wrongs done to you. എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് കാര്യം പറയാം, നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളിലെ കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ച് അതിനെക്കുറിച്ച് പിന്നെയും ചർച്ച ചെയ്ത് പ്രശ്നം ഗുരുതരമാക്കാനാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ സന്തോഷകരമായിരിക്കുന്ന ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് സാധിക്കുകയില്ല. Next, it says love finds no joy in unrighteousness but rejoices in the truth. എന്നിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്, അത് അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കും. This is the opposite of keeping a record of wrongs. അതായത് കഴിഞ്ഞ കാലങ്ങൾ വന്നുപോയ ദോഷങ്ങളുടെ ഓർമ്മയിൽ വയ്ക്കുന്നതിന് നേരെ വിപരീതമായിരിക്കുന്ന ഒരു സമീപനമാണ് ഈ വാക്യത്തിൽ പറഞ്ഞത്. To rejoice in the truth means to focus on the things in your marriage that are good. അവിടെ സത്യത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ എന്താണ് പ്രത്യേകമായി പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ബന്ധത്തിൽ മെച്ചമായ നന്മയായ കാര്യങ്ങളിൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്
അതിനെ ആഘോഷിക്കുന്നു, അതിനെ നമ്മൾ പ്രഘോഷിക്കുന്നു എന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. What does that look like? അങ്ങനെയുള്ളൊരു സമീപനമാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും? First it says love will bear all things. സ്നേഹം എല്ലാം പൊറുക്കുന്നു. So biblical love can endure any circumstance that God brings into your life. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യവും സഹിക്കുവാൻ, അതിനെ മറികടക്കുവാനുള്ള കരുത്ത് യഥാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. Second, love believes all things. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. That means you always assume the best about your wife. അതായത് എല്ലാം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ, സംശയമാണ്. എന്ത് പറഞ്ഞാലും ചിലർ വിശ്വസിക്കില്ല. അത് വളരെ ദയനീയമായൊരു സ്ഥിതിയാണ്. So your wife goes out for shopping and she says, I'll come home by 7 o'clock, but instead she comes only by 8 o'clock. You have to give her the benefit of the doubt. അവിടെ ഭാര്യ ഷോപ്പിങ്ങിന് പോയി 7 മണിക്ക് വരാമെന്നാണ് പറഞ്ഞത്, എന്നാൽ 8 മണിക്കാണ് വരാൻ പറ്റത്. അതിന് ഭാര്യ നൽകുന്ന വിശദീകരണം നിങ്ങൾ സ്വീകരിക്കാൻ മനസ്സുള്ള ആളായിരിക്കണം. You have to assume that there must be a valid reason why she's coming late. 7 മണിക്ക് വരാൻ പറ്റാതെ 8 മണിക്കാണ് വരുന്നതെങ്കിൽ അതിന് കാരണമെന്ന് പറഞ്ഞാൽ അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാണ്. Don't jump to conclusions. That's what it means. അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്ത, ഭാര്യയോ ഭർത്താവോ ചെയ്താൽ അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം, അതിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ദോഷകരമായ കാര്യമല്ല, അങ്ങനെ സംഭവിക്കാനുള്ള കാരണം ന്യായമായ കാരണങ്ങളാണ് എന്ന് ചിന്തിക്കുന്നതാണ്. Third, it says love hopes all things. എന്നിട്ട് സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു എന്ന പ്രസ്താവന. That means you hope that God will work in your life and your wife's life, and over time your marriage will become better and better. അവിടെ പ്രത്യാശിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തെ സംബന്ധിച്ച് പ്രതീക്ഷയില്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊന്നും ഗുണപ്പെടാൻ പോകുന്നില്ല, ഇനി ഒരു ഗുണവും വരാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. എന്നാൽ പ്രത്യാശിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ദൈവത്തിന് മുൻപാകെ നമുക്കൊരു പ്രത്യാശയാണുള്ളത്. കാര്യങ്ങൾ മെച്ചപ്പെടും, ഞാൻ മെച്ചപ്പെടും, എൻ്റെ ഭാര്യ മെച്ചപ്പെടും, നമ്മുടെ കുടുംബജീവിതം മെച്ചപ്പെടും, കൂടുതൽ സന്തോഷകരമായി തീരും എന്നൊരു പ്രതീക്ഷ നമ്മളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അനിവാര്യമാണ്. That means to love your wife, you must be optimistic about the direction of your marriage. നിങ്ങൾ ഒരു നല്ല ഭർത്താവാണ്, ഒരു നല്ല ഭാര്യയാണ് എങ്കിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തയെന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ നിർഭരമായ ചിന്തയാണ്. So this is how we are husbands are to love their wives according to 1 Corinthians 13. 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ അതിനെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ നിലയിലാണ് സ്നേഹം പ്രദർശിപ്പിക്കപ്പെടേണ്ടത്. But there are other biblical duties of husband, but maybe we can go at the next. Right. അവിടെ ഈ ഒരു ഉത്തരവാദിത്തം പറഞ്ഞപ്പോൾ തന്നെ മോഹാത്സ്യം വന്ന് കാണും ഭർത്താക്കന്മാർക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ക്ഷീണം കുറയ്ക്കുന്നതിനും ഒരാശ്വാസം ലഭിക്കുന്നതിനുമായിട്ട് നമുക്കൊരു അല്പസമയത്തെ വിശ്രമം നമുക്കിപ്പോൾ സ്വീകരിക്കാവുന്നതാണ്.